ആളൻ വേണം, ഓലൻ വേണം, കടുമാങ്ങയും വേണം. വേണ്ട വേണ്ട, ഒത്തിരി സദ്യ ഒന്നും ഉണ്ടാക്കണ്ട, ഒത്തിരി സാധനം ഒന്നും ഉണ്ടാക്കണ്ട. ഒരു സാധനം ഉണ്ടാക്കാൻ പഠിക്കാം ആദ്യമേ കേട്ടോ. മമ്മി ഒരു കാര്യം അറിയാവോ, ഇപ്പത്തെ കാലത്ത് നമ്മൾ ജസ്റ്റ് ഒരു ഫോൺ എടുത്ത് ഹോട്ടലിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫുൾ ഓണസ്റ്റി ഇവിടെ റെഡി ആയി. മമ്മിക്ക് ഇപ്പം വേണോ? ഞാനിപ്പം വിളിക്കാം. എനിക്ക് വേണ്ടല്ലോ ആ സദ്യ, അതെവിടെ വേണമെങ്കിലും കിട്ടുമല്ലോ, നമുക്കിപ്പം ഈസിലി അവൈലബിൾ അല്ലേ. പക്ഷെ നമുക്ക് നമ്മുടെ ആ എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള ഒന്നിച്ച് സന്തോഷിച്ച് സമാധാനത്തിൽ ഉണ്ടാക്കി നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന ആ ഒരു സദ്യ വളരെ സന്തോഷം, എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് അതാണ്, അതൊരിക്കലും കിട്ടത്തില്ല. അങ്ങനെ ഒരു സദ്യ നമുക്ക് ഇത്തവണ നമുക്ക് എല്ലാവർക്കും കൂടെ ഉണ്ടാക്കാം. ഓക്കെ, എന്നാൽ ഈ പ്രാവശ്യം ഒരു അമ്മായിമ്മ വരുമ്പോൾ സദ്യ തന്നെ നമുക്ക് ഉണ്ടാക്കി കളഞ്ഞാലോ? ഉണ്ടാക്കാം, പക്ഷെ ആദ്യം ഓരോന്നോരോന്ന് പഠിപ്പിക്കാം. ഇന്ന് നമ്മള് കാളൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കാം, കുറുക്ക് കാളൻ. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഇന്ന് കുറുക്ക് കാളൻ ഉണ്ടാക്കാൻ പോവാണ്. ഇൻഗ്രീഡിയൻസ്: പച്ച ഏത്തക്ക കഷ്ണങ്ങളായി മുറിച്ചത് 1 കപ്പ്, ചേന ചെറു കഷ്ണങ്ങളായി മുറിച്ചത് 1 കപ്പ്, പച്ചമുളക് 5 എണ്ണം, വെള്ളം 1.5 ലിറ്റർ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 3/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, തൈര് 2 കപ്പ്, തേങ്ങായും ജീരകവും കൂടി അരച്ചത് 1 ടീസ്പൂൺ ജീരകം ഇട്ട് തേങ്ങ 1 കപ്പ് ചേർത്ത് അരച്ചത് 1 കപ്പ്, പിന്നെ ഗീ 1/2 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, വറ്റൽമുളക് 3. നമുക്ക് തുടങ്ങാം അപ്പം. ഓക്കെ, എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, 1 ലിറ്റർ വെള്ളം എടുത്ത് ഒഴിക്കുക. അതിനകത്തോട്ട് തീ ഓൺ ചെയ്യണം കേട്ടോ. അതിനകത്തോട്ട് വെള്ളത്തിനകത്തോട്ട് പിന്നെ നമ്മൾ ഈ ചേന, പിന്നെ പച്ചക്കായില്ലേ, നമ്മൾ ഏത്തക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതും കൂടെ ഇടണം. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് പച്ചമുളക്, മഞ്ഞൾ 1/2 ടീസ്പൂണ്, മുളക് പൊടി 3/4 ടീസ്പൂൺ ഇടുക, കുരുമുളക് 1/4 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ. ഇത്രയും വെച്ച് നമ്മളത് വേവിച്ചെടുക്കുക. മമ്മി, ഇത് വേവാൻ കുറച്ച് സമയം എടുക്കല്ലേ? ഈ സമയത്ത് കുറച്ച് ഓണപ്പാട്ടും ഓണ ഡാൻസും ആയാലോ? ഇതിപ്പോൾ നമ്മൾ ഇത് വെന്ത് ഓൾറെഡി നന്നായിട്ട് വെന്തേ. അപ്പം നമ്മൾ കുറച്ചൊന്നും എല്ലാം ഒന്നും ഉടയ്ക്കണ്ട, കുറച്ച് നമ്മളിങ്ങനെ ഉടച്ച് കൊടുക്കണേ. ഈ ചേനയിലെ ചേനയും പിന്നെ കായുടെയും വാഴക്കയുടെയും അത് നമ്മൾ പീസസ് ഒന്ന് ചെറുതായിട്ട് ഉടച്ച് വെച്ച് കൊടുക്കണം. അപ്പം ഇതിങ്ങനെ ശരിക്കും കുറുക്ക് കാളെന്ന് പറയുന്നത് ഇത് കുറുകിയിരിക്കണം. ഓക്കെ മമ്മി, അപ്പം മമ്മി ഉടച്ച് ഇത് തിളച്ചു. ഇനി മമ്മി എന്നാ ചെയ്യുന്നത്? ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ തൈര് അങ്ങോട്ട് ഇടുക, ചേർക്കുക. പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങായും പിന്നെ ജീരകവും കൂടെ അരച്ചു വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിനകത്തോട്ട് ചേർക്കണം. ഓക്കെ, ഇത് തിളയ്ക്കുന്ന നേരം കൊണ്ട് മറ്റേ നമ്മളിതെല്ലാം ഒഴിച്ചല്ലോ, തിളയ്ക്കുന്ന നേരം കൊണ്ട് നമ്മൾ വേറൊരു ചീനച്ചട്ടി അവിടെ വെച്ചിട്ട് അതിനകത്തോട്ട് നെയ്യ് ഒഴിക്കുക. പിന്നെ നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ കടുകിടുക, എടുത്ത് വെച്ചിരുന്ന കടുകിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഉലുവാപ്പൊടിയും കറിവേപ്പില പിന്നെ വറ്റൽമുളക് അത്രയിട്ട് 4 വറ്റൽമുളക് ഇട്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് അത് ഇതായി കഴിയുമ്പോഴത്തേക്കും ഒന്ന് ജസ്റ്റ് ചൂടായി ഒരു പച്ചപ്പൊക്കെ കറിവേപ്പിലയുടെ പോയി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് ഇതിനകത്തോട്ട് ഇടുക, ഒഴിക്കുക. അപ്പം നമ്മൾ എല്ലാം റെഡി. എല്ലാവരും കൂടി ചേർന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ഉണ്ടാക്കി നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് കഴിക്കുമ്പോൾ അതാണ് ഒരു ഒരുമ. അതാണ് ഈ ഓണത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും ഒരു സന്ദേശം എന്ന് പറയുന്നത് ഒരുമയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ഓണം.